സാറേ, രാമായണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാറിൻ്റെ കുറിപ്പുകൾ കേരളത്തിലൊരു വലിയ പ്രശ്നമായിട്ട് മാറുകയും അത് സാറിനെതിരെ ഒരു വധഭീഷണി വരെയുള്ള രീതിയിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു. എൻ്റെ ഒരു ചോദ്യം, ഒരു മൗദൂദി പത്രത്തിൽ അത് എഴുതിയത് കൊണ്ടല്ലേ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായത് എന്ന് തോന്നുന്നുണ്ടോ? അഥവാ അങ്ങനെ ഒരു പ്രസിദ്ധീകരണത്തിൽ രാമായണ വിമർശനം അനിവാര്യമാണ്, ഏതൊരു വിമർശനം അനിവാര്യമാണ്. പക്ഷേ മാധ്യമം പോലെ ഒരു മൗദൂദി പത്രത്തിൽ അങ്ങനെ എഴുതേണ്ടതുണ്ടോ എന്നാണ് എൻ്റെ ഒരു സംശയം. ഒന്ന്, ഇത് രാമായണത്തിനെ സംബന്ധിച്ച വിമർശനം മാധ്യമം പത്രത്തിൽ എഴുതിയത് കൊണ്ടാണ് വിമർശനം നേരിടുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇല്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ സനാതന ധർമ്മ വിവാദം ഉണ്ടായല്ലോ. ഉദയനിധി സ്റ്റാലിൻ അത് മഹാമാരികൾ പോലെ തന്നെ തുടച്ചു നീക്കപ്പെടേണ്ടതാണ് ഈ സനാതന ധർമ്മം എന്ന് പറയുന്ന സംഗതി എന്ന് ഉദയനിധി സ്റ്റാലിൻ ഒരു പരാമർശം നടത്തുകയുണ്ടായി. അന്നും ഇതിനേക്കാളും ഭീകരമായ രീതിയിൽ ആക്രമണം ഉണ്ടായി. വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കപ്പെട്ടു. അല്ല, നിഷ്പക്ഷവാദികളെന്ന് കരുതപ്പെടുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതായത് മാധ്യമം പോലൊരു മീഡിയയിൽ എഴുതിയത് കൊണ്ടാണ്. അത് മറുചോദ്യമുണ്ട്, വേറൊരു മീഡിയ സാർ എഴുതി പ്രസിദ്ധീകരിക്കുമോ? അല്ല, ഞാൻ അങ്ങനെ, അതായത് അതിനെ സംബന്ധിച്ച് എൻ്റെ മറുപടി എന്ന് വെച്ചാൽ ഞാൻ കേരള കൗമുദിൽ എഴുതിയിട്ടുണ്ട്. രാമായണത്തെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ലേഖനം കേരള കൗമുദിൽ എഴുതിയിട്ടുണ്ട്. തന്നെയല്ല, ഞാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി, പ്രത്യേകിച്ച് കുറഞ്ഞ ഒരു 10 വർഷക്കാലമായിട്ട് എൻ്റെ ഗവേഷണങ്ങളും അനുബന്ധ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരിക. ദേശീയ അന്തർദേശീയ ജേണലുകളിൽ ധാരാളം പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ഓൺലൈൻ മീഡിയകളിൽ, അതുപോലെ തന്നെ SNDPയുടെ മുഖപത്രമായ യോഗനാഥിൽ ഉൾപ്പെടെ അതിശക്തമായ വിമർശനങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മാധ്യമത്തിൽ വന്നതുകൊണ്ടാണ് ഇത് ആക്രമിക്കപ്പെടുന്നത് എന്നുള്ളത് ശരിയായ ഒരു രീതിയല്ല. ഇന്ത്യയിലെ ഏതൊരു സ്ഥാപനം, അവർക്ക് അംഗീകരിക്കപ്പെട്ട ഒരു സ്ഥാപനമാണല്ലോ മാധ്യമം. അവർക്കത് പ്രസിദ്ധീകരിച്ച് ജനാധിപത്യപരമായ ഒരു സമൂഹം എന്ന നിലയ്ക്ക്, ജനാധിപത്യപരമായ അവകാശമുള്ളൊരു സമൂഹം എന്ന നിലയ്ക്ക് അവർക്ക് അത്തരം വിമർശനം പ്രസിദ്ധീകരിക്കാൻ അവകാശമുണ്ട്. തന്നെയല്ല, ഇതിനെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, കഴിഞ്ഞ വർഷവും മാധ്യമത്തിൽ ഇതേ പരമ്പര ഞാൻ തന്നെയാണ് എഴുതിയത്. അന്നൊരു പ്രശ്നവും ഇല്ല. അപ്പം സ്വാഭാവികമായി രാമായണത്തിനെതിരെ നമ്മൾ പറയുന്നത്, രാമായണം എന്ന ദേശീയവാദികളുടെ ഒരു വലിയ ആയുധമായിട്ട് ഉപയോഗിക്കപ്പെടുമ്പോൾ രാമായണത്തെ വിമർശിക്കുന്നു എന്നത് തന്നെയാണ് പ്രശ്നം, അല്ലേ? രാമായണത്തെ വിമർശനപരമായി സമീപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, രാമായണത്തെ പുറമേ നിന്ന് വിമർശിക്കുന്നത് പോലല്ല, സംസ്കൃത പ്രമാണങ്ങൾ ഉദ്ധരിച്ച് തന്നെ അതിനെ വിമർശനാത്മകമായി പരിശോധിക്കുന്നു എന്നുള്ളതാണ് ഈ ബ്രാഹ്മണിസ്റ്റുകളെ ഇത്രമാത്രം പ്രകോപിപ്പിക്കുന്നത്. എന്ന് പറയാൻ നമ്മൾ ഈ പറയുന്ന തത്വശാസ്ത്രത്തിനുള്ളിലേക്ക് കയറി അതിൽ നിന്ന് മാന്തി എടുത്തു എന്നുള്ളതാണ് പ്രശ്നം. അതെ. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ആരൊക്കെ രാമായണത്തിനെതിരെ പറയുന്നു, അല്ലെങ്കിൽ രാമായണത്തെ വിമർശിക്കുന്നു. നോക്കൂ, രാമായണത്തെ പറ്റി സൗന്ദര്യാത്മകമായി, ലാവണ്യപരമായി കൃതികൾ എഴുതുന്ന ആർക്കും എതിരെ ഒരു പ്രശ്നവും ഇല്ലല്ലോ. അല്ല, മാതൃഭൂമിയിലെ കഴിഞ്ഞ വർഷം എം ബഷീർ എഴുതിയതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടാക്കി എം ബഷീർ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. അതെ. ഞാനതുപോലെ പിന്മാറിയിട്ടില്ല, പിന്മാറുകയില്ല, പിന്മാറരുത് എന്ന് തന്നെയാണ് നമ്മളുടെ അഭിപ്രായം. പക്ഷേ ഈ രാമായണം നമ്മളിങ്ങനെ ദേശീയമായിട്ട് പറയുമ്പോൾ തന്നെ രാമായണം 300-ലേറെ രാമായണങ്ങളുണ്ടെന്നാണ് കാമിൽ ബുൽക്ക അടക്കമുള്ളവർ പറയുന്നത്. അതിൽ സ്വദേശി രാമായണമുണ്ട്, വിദേശി രാമായണമുണ്ട്, പ്രാദേശിക രാമായണങ്ങളുണ്ട്. അപ്പോൾ ഇത് ഏതാണ് യഥാർത്ഥ രാമായണം എടുത്ത് നമുക്ക് കാണാൻ പറ്റുക? അങ്ങനെ ഒരു രാമായണം ഇല്ല. യഥാർത്ഥ രാമായണം എന്ന് പറയുന്ന രാമായണം ഇല്ല. ഇന്ത്യൻ സമൂഹം വളരെ ജാതി മതഭേദങ്ങളാൽ വിഭിന്നമായിരിക്കുന്നത് പോലെ തന്നെ, ശ്രേണീകൃതമായിരിക്കുന്നത് പോലെ തന്നെ, ഈ ശ്രേണീകൃതവും ഈ വിഭിന്നത്വവും തന്നെയാണ് ഇത്തരം രാമായണങ്ങളെ സൃഷ്ടിച്ചത്. ചുരുക്കി പറഞ്ഞാൽ, ഇന്ത്യയിലെ അസമത്വ ശ്രേണീകരണ വ്യവസ്ഥയാണ് ഇത്രയധികം രാമായണങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ പ്രധാനപ്പെട്ട കാരണം. അതിനെ വൈവിധ്യമായിട്ട് മാത്രമല്ല തിരിച്ചറിയേണ്ടത്, ഈ അസമത്വം കൂടി ഇത്തരം സൃഷ്ടിക്ക് കാരണമായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അത് 300 രാമായണം മാത്രമല്ല, ആയിരക്കണക്കിനായ രാമായണങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പരിശോധിച്ചാൽ, ഇന്ത്യയിലെ രാമായണത്തിലെ ഹനുമാൻ ഒരു ബ്രഹ്മചാരിയാണെങ്കിൽ തായ്ലൻഡിലെ രാമായണത്തിൽ അദ്ദേഹം ബ്രഹ്മചാരി അല്ല, സ്വർണ്ണ മത്സ്യത്തെ സ്നേഹിക്കുന്ന ഒരാളാണ്. ഇന്ത്യയിൽ മാത്രമാണ് അദ്ദേഹം ബ്രഹ്മചാരിയായിട്ടുള്ളത്. നോക്കൂ, കേരളത്തിലെ എഴുത്തച്ഛൻ്റെ ആധ്യാത്മ രാമായണത്തിന് വളരെ വ്യത്യസ്തമാണ് വാൽമീകി രാമായണം. അതെ, ഞാൻ അതിലേക്ക് വരുന്നത്, ഈ വാൽമീകി രാമായണം എന്ന് പറയുന്ന യഥാർത്ഥ രാമായണത്തിൻ്റെ ഒരു അടിസ്ഥാന ഗ്രന്ഥമായിട്ട് കണക്കാക്കാൻ പറ്റും എന്ന് തോന്നുക. അതുപോലെ തന്നെ വാൽമീകി രാമായണത്തിലെ രാമൻ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു അവതാര പുരുഷനാണോ? രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. വാൽമീകി രാമായണത്തെ ഒരു പ്രധാന അടിസ്ഥാന സ്രോതസ്സായി നമ്മൾ പരിഗണിക്കുകയല്ല, മറിച്ച് ഇവിടെ നിലനിൽക്കുന്ന ആഖ്യാനങ്ങളിൽ ഒന്നാണ് വാൽമീകി രാമായണം. നിരവധി ആഖ്യാനങ്ങൾ നിലനിൽക്കും. എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണമുണ്ട്, അതുപോലെ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട രാമായണങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഉദാഹരണത്തിന് ഈ തായ്ലൻഡിൽ തന്നെ രാംകീൻ ഉണ്ട്. രാംകീൻ എന്ന് പറയുന്ന രാമായണത്തെ സംസ്കൃത പണ്ഡിതനായ ഒരു ശാസ്ത്രികൾ തന്നെ, സത്യവ്രത ശാസ്ത്രികൾ തന്നെ ഒരു മഹാകാവ്യമായ സംസ്കൃതത്തിൽ രചിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ പാഠങ്ങൾ രാമായണത്തെ സംബന്ധിച്ച്
നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തെ ഇതാണ് രാമായണത്തിന്റെ അടിസ്ഥാന പാഠം എന്ന് കരുതാൻ പ്രയാസമാണ്. അങ്ങനെ കരുതേണ്ടതുമില്ല. മറ്റേതിപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം വന്നിരിക്കുന്നത് മാർക്കറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട രാമായണമാണ്. അധ്യാത്മ രാമായണം, കർക്കിടകത്തിൽ വായിക്കുക രാമായണം എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഹിന്ദുത്വത്തിൻ്റെ മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ്. ഇത് കേവലം മാർക്കറ്റിങ്ങിന്റെ മാത്രം കാര്യമല്ല. ഇത് നമ്മൾ കാണേണ്ടത് ഏതാണ്ട് 70-കൾക്ക് ശേഷം, പ്രത്യേകിച്ച് 80-കളിൽ വളരെ ശക്തമായ രീതിയിൽ ദക്ഷിണേന്ത്യ ആകപ്പാടെ പിടിച്ചടക്കുന്നതിന്റെ ഭാഗമായി ഹിന്ദുത്വവാദികൾ നടപ്പിലാക്കിയ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് ഈ രാമായണ മാസാചരണം എന്ന് പറയുന്നത് ഒരു പരിപാടി. ഇത് ആദ്യം നടപ്പിലാക്കാൻ തുടങ്ങിയത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ നടപ്പിലാക്കുന്നതിന് ഒരു രാഷ്ട്രീയമുണ്ട്. ദ്രാവിഡ രാഷ്ട്രീയത്തിനെതിരായിട്ട് മാത്രമല്ല, അവിടെ നിരവധി കീഴാളരാക്കപ്പെട്ട സമുദായത്തിൽ നിന്നുള്ള ആളുകൾ മതം മാറി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ആകുന്നു എന്ന് മനസ്സിലാക്കിയതോടെയാണ് ഹിന്ദുത്വവാദികൾ രാമനെ ഇവിടെ ദക്ഷിണേന്ത്യയിലേക്ക് കൂടി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നോക്കൂ, നമ്മൾ പ്രാചീന കാലത്ത് പ്രത്യേകിച്ച് 10-ാം നൂറ്റാണ്ട് മുതലുള്ള കേരളത്തിലെ ശിലാശാസനങ്ങളും ഗ്രന്ഥവരികളും പരിശോധിക്കുമ്പോൾ ആ ഗ്രന്ഥവരികളിൽ ഒരിടത്തും രാമായണ പാരായണം ഒരു ക്ഷേത്രത്തിൽ നടത്തിയതായിട്ട് പരാമർശം അല്ല. മാത്രമല്ല അന്ന് വായിക്കാൻ ആർക്കും അറിയാവുന്ന, ഇവിടെ ആർക്കും അക്ഷരം. അതെ അതെ, തന്നെയല്ല നടന്നിരുന്നത് എന്താണ്, മഹാഭാരത പട്ടത്താനം എന്ന് പറയുന്ന ചടങ്ങാണ് നടന്നിരുന്നത്. അതിന് മഹാഭാരത പട്ടർ എന്ന് പറയുന്ന ഒരാളെ നിയമിച്ചിരുന്നു. അവർക്ക് വിരുത്തിയായിട്ട് ഭൂമിയും നൽകിയിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നടന്നത്. തന്നെയല്ല, കേരളത്തിൽ രാമക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. തന്നെയല്ല, ഇന്ന് രാമക്ഷേത്രമായി കരുതപ്പെടുന്ന പലതും ചതുർവാഹുമായ വിഷ്ണുവിന്റെ പ്രതിമയാണ്. രാമക്ഷേത്രമില്ല, പരശുരാമ ക്ഷേത്രമില്ല. വിഷ്ണുവിന്റെ ബിംബത്തെ പരശുരാമനാക്കുകയും രാമനാക്കുകയാണ് ചെയ്യുന്നത് എന്ന് വിഗ്രഹശാസ്ത്രം പരിശോധിച്ചാൽ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം, ഈ സാറ് പറഞ്ഞതുപോലെ ഈ ഹിന്ദു റിവൈവലിസവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ രാമനെ വീണ്ടും അവതരിപ്പിക്കപ്പെടുന്നത്. 80-കളിലെ രാമാനന്ദ സാഗറിൻ്റെ രാമായണം വന്നത് മുതൽ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി, ഒരു ഹിന്ദു റിവൈവലിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ രാമൻ്റെ ഈ വിഗ്രഹവൽക്കരണം വന്നത് എന്ന് പറഞ്ഞാൽ ശരിയാണോ രാഷ്ട്രീയമായിട്ട്? നമ്മൾ ഹിന്ദു റിവൈവലിസം എന്നുള്ളതിനേക്കാൾ ഉപരിയായി ബ്രാഹ്മണ റിവൈവലിസം എന്ന് പറയുന്നത് ബ്രാഹ്മണ്യ ഉത്ഥാനം, ബ്രാഹ്മണ്യത്തെ വീണ്ടെടുക്കുക, ബ്രാഹ്മണ്യത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുനഃസ്ഥാപിക്കുക എന്ന് ഞാൻ പറയുന്നത്. അതിനെ കൂടുതൽ ശക്തിമത്തായി പ്രതിഷ്ഠിക്കുക എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് എന്തുകൊണ്ടാണ് രാമനെ കൊണ്ടുവരുന്നത്? ഈ ഹിന്ദു തത്വസംഹിത കോട്ടാൻകോട്ട് അനുസരിച്ച് ഒരുപാട് ദൈവങ്ങളുണ്ട്. പക്ഷെ എന്തുകൊണ്ട് രാമനെ കൊണ്ടുവരുന്നു? കാരണം രാമനാണ് ബ്രാഹ്മണ്യത്തിനായി ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. ബ്രാഹ്മണ്യത്തിന് വേണ്ടി മാതൃകാപുരുഷൻ മാത്രമല്ല, ബ്രാഹ്മണ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആള് എന്നുള്ള നിലയ്ക്ക്. കാരണം വിശ്വാമിത്രന്റെ കൂടെ യാഗരക്ഷയ്ക്കായി വരുന്നു. വിശ്വാമിത്രൻ എന്താണ് അദ്ദേഹത്തോട് പറയുന്നത്? ഗോബ്രാഹ്മണ ഹിതാർത്ഥായ ജഹിദുഷ്ടപരാക്രമമാണ്. പശുവിന്റെയും ബ്രാഹ്മണന്റെയും ഹിതത്തിനായിട്ട് നീ താടകയെ വധിക്കുക. തന്നെയല്ല, രാമനും രാവണനുമായി യുദ്ധം നടക്കുന്നുണ്ട്. ആ യുദ്ധം നടക്കുന്ന സമയത്ത് ദേവന്മാരും സർപ്പികടങ്ങളും പ്രാർത്ഥിക്കുക. എന്താണ് പ്രാർത്ഥന? ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ഗോബ്രാഹ്മണ ഹിതം, പശുക്കൾക്കും ബ്രാഹ്മണർക്കും സുഖം ഉണ്ടാകണമെന്നാണ് രാമരാവണ യുദ്ധം നടക്കുമ്പോൾ പോലും അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. മാത്രമല്ല, സീതയെ കാട്ടിൽ അയക്കുന്ന പോലും പുരോഹിത നിർദ്ദേശം അനുസരിച്ചാണ്. അതെ അതെ, അല്ലാതെ രാമൻ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അത് തന്നെയാണ്. പക്ഷെ എനിക്ക് അതിനകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ രാമായണത്തിൻ്റെ കാലം എന്നാണ്. ഈ രാമായണം ഹിന്ദുവിൻ്റെ ഒരു പുരാണമാണെന്ന് പറയാൻ എന്ത് ന്യായീകരണമുള്ളത്? അതായത് ഹിന്ദു എന്ന വാക്ക് എനിക്കൊന്ന് 1005-ലാണ് അൽബറൂണിയെ പോലുള്ളവരാണ് കോയിൻ ചെയ്യുന്ന ഒരു വാക്കാണ്. അതിനു മുമ്പ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇറങ്ങിയ രാമായണം ഇങ്ങനെയാണ് ഹിന്ദുവിൻ്റെ വകയായിട്ട് വരുന്നതെന്നുള്ളൊരു പ്രശ്നമില്ലേ? ഒന്ന്, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ വാൽമീകി രാമായണം എന്നൊരു ബ്രാഹ്മണ്യ പാഠമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനകത്തേക്ക് പലതരത്തിലുള്ള കൈവഴികൾ വന്നു ചേരുന്നത്, ഉദാഹരണത്തിന് ബുദ്ധനെ കള്ളൻ എന്ന് വിളിക്കുന്ന ഒരു പരാമർശം, അത് അയോധ്യാകാന്ഡത്തിൻ്റെ ഒരു ഭാഗത്താണ്. അപ്പോൾ ഇതിൻ്റെ കാലത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് BCE 4-ാം നൂറ്റാണ്ട് മുതൽ CE 4-ാം നൂറ്റാണ്ട് വരെയുള്ള ഒരു സുദീർഘമായ കാലഘട്ടത്തിലാണ് രാമായണത്തിന്റെ രചന നടക്കുന്നത്. ഏതെങ്കിലും ഒരു കാലം അന്ന് ഹിന്ദു ഉണ്ടോ? ഇല്ല. ബ്രാഹ്മണനെ മാത്രമേ ഉള്ളൂ, ഹിന്ദു ഇല്ല. ചാതുർവർണ്ണയമാണോ? ചാതുർവർണ്ണയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വർണ്ണധർമ്മ വ്യവസ്ഥയാണെന്ന് നിലവിലുള്ളത്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും വാൽമീകി ഒരു മര്യാദാ പുരുഷനെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അതൊരു മഹാകാവ്യം എന്ന നിലയിൽ, അല്ലെ ഒരു ഉദാത്തമായ സാഹിത്യകൃതി എന്ന നിലയിൽ നമുക്ക് രാമായണത്തെ പറഞ്ഞാൽ ഷേക്സ്പിയറുടെ നാടകങ്ങൾ പോലെയോ അല്ലെ സോഫോക്ലീസിൻ്റെ നാടകങ്ങൾ പോലെയോ ഒരു ഉദാത്ത സാഹിത്യകൃതി, പ്രത്യേകിച്ച് മാനിഷാദ അടക്കമുള്ള ഒരു വിഷയത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരു ഉത്തമ കൃതി എന്ന നിലയിൽ നമുക്ക് വിലയിരുത്തുന്ന പ്രശ്നമുണ്ടോ? ഈ മാനിഷാദ തന്നെ വലിയ പ്രശ്നമാണ്. മാനിഷാദയിൽ തന്നെ വലിയ പ്രശ്നം കിടപ്പുണ്ട്. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ കാട്ടാളനാണല്ലോ നിഷാദൻ,
നിഷാദൻ അമ്പ ചെയ്ത് കാണുമ്പോൾ ഇദ്ദേഹത്തിന് വലിയ ദുഃഖം ഉണ്ടാകും. എൻ്റെ ചോദ്യം വളരെ ലളിതമാണ്. ചാതുർവർണ്ണയത്തിന്റെയും അസമത്വ ശ്രേണീകരണത്തിന്റെയും ഇരയായി ധാരാളം ആളുകൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ അതൊന്നും വാൽമീകിക്ക് പ്രശ്നമാകുകയും നിഷാദന്റെ പരിപാടി എന്താണ്? നിഷാദൻ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ്? വേട്ടയാടിയാണ് നിഷാദൻ ഭക്ഷണം കഴിക്കുന്നത്. വേട്ടയാടിയ നിഷാദൻ ഭക്ഷണം കഴിക്കുന്നത്. അപ്പം നിഷാദന്റെ നിത്യവൃത്തിയുടെ ഭാഗമാണ് വേട്ടയാടൽ. അപ്പോ അതെങ്ങനെ സംഭവിച്ചു? അത് നിഷാദൻ സ്വാഭാവികമായിട്ട് ബ്രാഹ്മണ്യത്തിന്റെ ചാതുർവർണ്ണയം അനുസരിച്ച് പുറന്തള്ളപ്പെട്ട സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അപ്പം മാനിഷാദ എന്ന് പറയുമ്പോൾ അരുത് കാട്ടാള എന്ന് പറയുന്ന വലിയ വാക്യമായിട്ട് നമ്മളെല്ലാം കൊണ്ടു നടക്കുന്നു. മറ്റേ അസുരജന്മത്തെ മിണ്ടുന്നുമില്ല, മറ്റുള്ളവരെ കൊന്നൊടുക്കുന്ന ബ്രാഹ്മണൻ കൊന്നൊടുക്കുന്നതിന് അവർക്ക് പ്രശ്നമില്ല. ഇല്ല, ഒരു പ്രശ്നമില്ല. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് നിഷാദന് ഈ പക്ഷികളെ വേട്ടയാടി ഭക്ഷിക്കേണ്ടി വരുന്നത്? അത് അയാളുടെ ജീവിത വൃത്തിയുടെ ഭാഗമാണ്. അത് കണ്ട് ദുഃഖിക്കുന്ന വാൽമീകി ജാതി അസമത്വ വ്യവസ്ഥക്കെതിരായി ദുഃഖിക്കുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ കിടക്കുന്നു. ദുഃഖിക്കുന്ന മാത്രമല്ല, എന്നെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെ. അപ്പൊ അതുപോലെ തന്നെ ഒരു പ്രശ്നമാണ് ഈ അവതാര പുരുഷൻ എന്നുള്ള സങ്കല്പം. സാധാരണ അവതാരം എന്ന സങ്കല്പം എനിക്ക് തോന്നുന്നത് സി ഏതാണ്ട് 800-നടുത്തുണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. ആ അവതാര പുരുഷ സങ്കല്പം എങ്ങനെയാണ് പിന്നീടുള്ള അല്ലെങ്കിൽ അതിന് മുമ്പുള്ള കൃതികളിലേക്ക് വരാൻ സാധ്യതയില്ലല്ലോ. അവതാര സങ്കല്പം വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിൽ തന്നെ നമുക്ക് കാണാം. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അവതാര സങ്കല്പം വികസിച്ച് വന്നതിന് ശേഷമാണ് ആ ഭാഗങ്ങൾ രചിക്കപ്പെട്ടതെന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ പൊതുവർഷം ആദ്യ നൂറ്റാണ്ടുകളിലാണ് അവതാര സങ്കല്പം ഉടലെടുക്കുന്നത്. അവതാര സങ്കല്പം ഉടലെടുക്കുന്ന ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. കൃഷിയും കാർഷിക വ്യവസ്ഥയൊക്കെ ആരംഭിക്കുന്നു. ആ കൃഷിയും കാർഷിക വ്യവസ്ഥയൊക്കെ ആരംഭിക്കുമ്പോൾ ധാരാളം ദേവതാ ഗണങ്ങളെ അപ്രോപ്രിയേറ്റ് ചെയ്ത് ബ്രാഹ്മണ്യം കൈയേൽക്കുന്നുണ്ട്. ഡി കൊസാംബി, ചരിത്ര പണ്ഡിതനായ ഡി കൊസാംബി പറയുന്നത് എങ്ങനെയാണ് ഹനുമാൻ രാമന്റെ ദാസനായി മാറിയത്? അപ്പം ഹനുമാനെ ആരാധിച്ചിരുന്ന ഒരു വാനര ശ്രേഷ്ഠനെ ആരാധിച്ചിരുന്ന ഗോത്ര സമൂഹങ്ങളെ സ്വാംശീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഹനുമാനെ രാമദാസനാക്കി മാറ്റിയത് എന്ന് ചരിത്ര പണ്ഡിതനായ ഡി കൊസാംബി പറയുന്നുണ്ട്. തന്നെയല്ല ഗരുഡൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ വിഷവൈദ്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ദേവതാ സ്വരൂപമായിട്ട് ഗരുഡൻ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഈ ഗരുഡനെ പിന്നീട് വിഷ്ണുവിന്റെ വാഹനമാക്കി മാറ്റി അതിനെ സ്വാംശീകരിക്കുന്നതിന്റെ പ്രതിഭാസം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബുദ്ധൻ ഈ പറഞ്ഞത് ഈ യാഗയജ്ഞാതി പാരമ്പര്യങ്ങൾക്കെതിരായി നിലകൊണ്ട ഒരാളാണ് എന്ന് ചരിത്ര പഠനത്തിലൂടെ നമുക്കറിയാം. പക്ഷേ ആ ബുദ്ധനെ തന്നെ വിഷ്ണുവിന്റെ അവതാരമാക്കി സ്വാംശീകരിച്ചു. അപ്പം അവതാരവാദം ഉടലെടുക്കുന്നത് പൊതുവർഷം ആദ്യ നൂറ്റാണ്ടുകളിൽ നടക്കുന്ന കാർഷിക വ്യവസ്ഥയെ അടിയുറയ്ക്കുകയും ഗംഗാ സമതലത്തിലേക്ക് ആര്യബ്രാഹ്മണ കുടിയേറ്റം നടക്കുകയും നടക്കുന്ന സന്ദർഭത്തിലാണ് ഈ അവതാരവാദങ്ങൾ ഉണ്ടാകുന്നത്. അത് ഇന്ത്യയിലെ വൈവിധ്യപൂർണമായ ഒരു സമൂഹത്തിൽ നിലനിന്ന വ്യത്യസ്ത വിശ്വാസങ്ങളെ ബ്രാഹ്മണ്യത്തിന്റെ ഭാഗമാക്കുന്നതിനും അവരെ കൂടി ഈ വർണ്ണവ്യവസ്ഥയുടെ കീഴിൽ അടിച്ചമർത്തുന്നതിന് വേണ്ടിയുള്ള ഭാഗമായിട്ട് കൂടിയാണ് ഈ അവതാരവാദങ്ങൾ ഉടലെടുക്കുന്നത്. മാത്രമല്ല രാമായണത്തിലെ രാമൻ അവതാര പുരുഷന്റെ കർമ്മം ചെയ്ത് രാവണനെ കൊല്ലാൻ വേണ്ടിയാണ് രാമൻ ഉണ്ടായത് എങ്കിൽ രാവണവധത്തോട് രാമായണം തീരണം. രാമായണം തീരുന്നുമില്ല എന്ന് മാത്രമല്ല, രാമൻ വീണ്ടും രാജാവായി ഭരിക്കുകയും പിന്നീട് അവസാന ആത്മഹത്യയിലേക്ക് പോകുന്നു. മാത്രമല്ല, രാമായണന്റെ കൂടെ ജനിക്കുന്ന ആരും അവതാരമായിട്ട് പറയപ്പെടുന്നുമില്ല. അല്ല, അങ്ങനല്ല. രാമന്റെ കൂടെ ജനിക്കുന്നവരെല്ലാം അവതാരമാണെന്ന് വാൽമീകി രാമായണം പറയുന്നുണ്ട്. ശങ്കചക്രാദികള്, അതെ. ഇപ്പൊ ലക്ഷ്മണൻ അവതാരമാണ്, ലക്ഷ്മണൻ അനന്തന്റെ അവതാരമാണ്. പക്ഷെ അവർ ആ രീതിയിൽ ആരാധിക്കപ്പെടുന്നില്ലല്ലോ. ലക്ഷ്മണൻ ആരാധിക്കപ്പെടുന്നുണ്ടല്ലോ. കേരളത്തിൽ ഇവിടെ നാലമ്പലത്തിന്റെ ഭാഗമായിട്ട് ആരാധിക്കപ്പെടുന്നുണ്ട്. അപ്പം തന്നെയല്ല, ഹനുമാൻ ആരാധിക്കപ്പെടുന്നുണ്ട്. ഹനുമാൻ ഒരു പ്രധാനപ്പെട്ട ദൈവമായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെയല്ല, ഈ കൊരങ്ങന്മാര് മുഴുവൻ ദൈവഗണങ്ങളുടെ അവതാരമാണെന്നാണ് വാൽമീകി രാമായണം പറഞ്ഞു വെക്കുന്നത്. ആ ഭാഗങ്ങളൊക്കെ പിൽക്കാലത്ത് രചിക്കപ്പെടാനാണ് സാധ്യത. അവതാരവാദം ഉടലെടുത്തതിന് ശേഷമാണ് ആ ഭാഗമൊക്കെ പുനർരചിക്കപ്പെട്ടത്. അല്ല, ഇവർ പറയുന്നത് പോലെ രാമന്റെ അവതാര ലക്ഷ്യം രാവണനെ കൊല്ലുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് രാമായണം തീരേണ്ടതായിരുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം. അവിടെ ഒത്തിരി പ്രശ്നം വെച്ചാൽ ഇപ്പൊ ഉദാഹരണത്തിന് രാമായണം രചിക്കപ്പെട്ടു ഈ ഒരു ഉദ്ദേശത്തിന് വേണ്ടി, അവിടെ കൊണ്ട് കഴിയുന്നില്ല. പിൽക്കാലത്ത് ഒരു ചെറിയ ഉദാഹരണം പറയാം. സീത ഉണ്ടായത് എന്തിനു വേണ്ടിയാണ്? സീത ഉണ്ടായത് ഈ രാക്ഷസന്മാരെ വധിക്കുന്നതിന് സീത ഒരു നിമിത്തമായി. പക്ഷെ ഈ ബാലകാന്ഡം മുതൽ അയോധ്യാകാന്ഡം വരെ പരിശോധിച്ചാൽ അതാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. പക്ഷെ ഉത്തരകാന്ഡം വരുമ്പോൾ കഥയൊന്ന് മാറുക, ട്വിസ്റ്റ് വരുന്ന അവിടെ എന്താണ് സംഭവിക്കുന്നത്? വേദവതി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടെന്നും ഒരിക്കൽ ഹിമാലയത്തിന്റെ പാർശ്വപ്രദേശങ്ങളിൽ സന്ദർശിച്ചുകൊണ്ടിരുന്ന രാവണന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു വേദവതി വിടുകയും വേദവതിയിൽ ആഗ്രഹം തോന്നുകയും അങ്ങനെ അവളുടെ മുടിയിൽ കയറി രാവണൻ പിടിക്കുകയും അങ്ങനെ മുടിയിൽ കയറി വേദവതിയെ രാവണൻ പിടിച്ചപ്പോൾ ആ വേദവതി തീയിൽ ചാടി ദേഹത്യാഗം ചെയ്യുകയും ആ വേദവതിയാണ് പിൽക്കാലത്ത് സീതയായി ജനിച്ചത് എന്ന്
ഉത്തരകാണ്ഡത്തിൽ പറയുന്നുണ്ട്. പക്ഷെ വാൽമീകി രാമായണം അയോധ്യാകാന്ഡം മുതൽ ബാലകാന്ഡം മുതൽ യുദ്ധകാന്ഡം വരെ ഇങ്ങനൊരു സംഗതിയേ ഇല്ല. എന്തുകൊണ്ടെന്നാൽ ഇത്തരമൊരു വ്യാഖ്യാനത്തിന്റെ ആവശ്യം പിൽക്കാലത്ത് വന്നു എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം എന്താണ്? രാവണവധത്തിന് ഒരു വ്യാഖ്യാനം കൂടി നൽകേണ്ടി വന്നു, ന്യായീകരണം കൊടുക്കണം. അപ്പൊ അവിടുത്തെ എനിക്കൊരു ചോദ്യമേ, രാമായണം എന്ന് പറഞ്ഞാൽ രാമന്റെ അയനം എന്ന് പറയാം, അതുപോലെ രാമയുടെ അയനം സീതയുടെ കഥയെന്നും പറയരുതോ? സീതയുടെ യാത്ര പുതിയ വ്യാഖ്യാനങ്ങളാണ്. ഇതൊക്കെ നമ്മൾ പറയുന്നതല്ലേ, ഇതൊക്കെ എഴുത്തുകാർ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അതാണ് പ്രശ്നം. ഇങ്ങനെ സീതയുടെ അയനമാണെന്നോ രാമന്റെ അയനമാണെന്നോ ഒന്നും വാൽമീകി പറയുന്നില്ല. ഇതൊക്കെ പിൽക്കാലത്തിൽ പക്ഷേ ആശാന്റെ സീതയുടെ ചോദ്യങ്ങളില്, ആശാന്റെ സീതാ കാവ്യത്തിൽ അത് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു അടയാളപ്പെടുത്തപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. അത്തരം ഒരു സീതയുടെ ചോദ്യം, സീതാരാമനെ വിസ്തരിക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ. പക്ഷെ അവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രശ്നം, അവിടെ കർമ്മ പുനർധർമ്മ സങ്കല്പത്തെ ആശാന്റെ സീത ന്യായീകരിക്കുന്നു. ഒന്നാമത്തെ പ്രശ്നം. പാവയോ ഇവളെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. പക്ഷേ മറ്റു പല ഭാഗങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ ആശാന്റെ സീതാകാവ്യം അടിസ്ഥാനപരമായി ഈ കർമ്മ പുനർധർമ്മ സിദ്ധാന്തങ്ങളെ ന്യായീകരിക്കുന്നതായിട്ടാണ് കാണുന്നത്. തന്നെ ആശാന്റെ സീത പറയുന്നത് മഹാനദികൾ സാഗരങ്ങളിൽ ചെന്ന് പതിക്കുന്നത് പോലെ ഭർത്താവിന്റെ പാദചരണങ്ങളിൽ പതിക്കേണ്ടവളാണ് താനെന്ന് കരുതുകയാണ് ആശാന്റെ സീതയും. പക്ഷേ എങ്കിലും ഒരു പുരുഷൻ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ അയോഗ്യതകളും അതിനെ വളരെ കൃത്യമായിട്ട് സീത ചോദ്യം ചെയ്യുന്നുണ്ട്. തന്നെയല്ല, സീത ഒരിക്കൽ പോലും തന്റെ പാതിവൃത്യം ഇനിയും തെളിയിക്കാൻ താൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി തന്നെയാണ് സീത എന്ന സങ്കല്പത്തിനൊരു വ്യത്യാസമുണ്ട്. ജനകപുത്രി, അതുപോലെ അയോനിജ എന്നൊക്കെ പറയുമ്പോൾ ആ വാക്കുകൾക്ക് തന്നെ ചില വ്യാഖ്യാനങ്ങൾ നൽകാൻ പറ്റില്ലേ? അല്ല, അയോനിജ എന്നുള്ള സങ്കല്പം മുമ്പ് തന്നെ ഉണ്ടല്ലോ. വാൽമീകി രാമായണത്തിൽ അയോനിജ എന്നാണ് പറയുന്നത്. തന്നെയല്ല, ഇതേ ചോദ്യങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാളിദാസൻ ചോദിക്കുന്നുണ്ടല്ലോ. ചാവത് ഭർത്തുരവർണമാര്യ നിരാകരിഷ്ണോ വൃജനാദ്രദേവി ആത്മാനമേവ എന്ന് തുടങ്ങുന്ന ശ്ലോകത്തില് വളരെ നിശ്ചിതമായ വിമർശനമാണ് കാളിദാസന്റെ സീത രാമനോട് ഉന്നയിക്കുന്നത്. നീ നിന്റെ ജ്യേഷ്ഠനോട് ചെന്ന് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് സീത രാമനോട് വിമർശനം ഉന്നയിക്കുന്നത്. അപ്പൊ സീതയുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ രാമനെ നമുക്ക് ഒരിക്കലും ഒരു മര്യാദ പുരുഷനായിട്ട്, ഒരു നല്ല ഭർത്താവായിട്ടല്ല മര്യാദ പുരുഷനായിട്ട് കാണാൻ പറ്റുമോ? ഇത് നമ്മൾ ചരിത്രപരമായി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. സീതയുടെ ഭാഗം എന്നുള്ളതല്ല പ്രശ്നം, ചരിത്രപരമായി പരിശോധിക്കേണ്ട പ്രശ്നമാണ്. വാൽമീകി രാമായണത്തിലെ സീത എങ്ങനെയായിരുന്നു എന്നുകൊണ്ട് നമ്മൾ പരിശോധിക്കണം. വാൽമീകി രാമായണത്തിലെ സീത അടിസ്ഥാനപരമായി ചാതുർവർണ്ണ്യത്തെ നിലനിർത്തുന്ന പാതിവൃത്യ ധർമ്മം പിന്തുടരുന്ന ഒരാളായിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അങ്ങനെ പാതിവൃത്യ ധർമ്മം പിന്തുടരുന്ന വാൽമീകിയുടെ സീതയെ വെച്ചുകൊണ്ട് രാമനെ നോക്കിയാൽ എങ്ങനെ ഇരിക്കും? ആ കാഴ്ചയിൽ വളരെയധികം പ്രശ്നമാണ്. പിന്നെ വ്യാഖ്യാനിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, പ്രശ്നമേ ഉള്ളൂ. പക്ഷേ അതുപോലെ തന്നെ ഞാനൊരു ചോദ്യം വെച്ച് നമുക്ക് അവസാനം, അതായത് ഈ കർമ്മ സിദ്ധാന്തത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോഴും ഇന്ത്യൻ ഈ പറയുന്ന ദാർശനിക പദ്ധതിയിൽ സ്ത്രീ എന്ന് പറയുന്ന ഒരിക്കലും രംഗത്ത് വരുന്നില്ല. സ്ത്രീക്ക് ഏതെങ്കിലും ഒരു സ്ഥാനം കൽപ്പിക്കുന്നതായിട്ട് പറയപ്പെടുന്നില്ല. അപ്പം സ്മൃതിയൊക്കെ അനുസരിച്ചാണെങ്കിൽ സ്ത്രീക്ക് ശൂദ്ര പദവിയാണ് കൽപ്പിച്ചിരിക്കുന്നത് എന്തോ പറയും. പക്ഷേ എന്തുകൊണ്ടാണ് സ്ത്രീ എന്ന് പറയുന്നതിനെ ഒരിക്കൽ പോലും ഇത്തരം അല്ലെങ്കിൽ ഇന്ത്യൻ കർമ്മപാത സിദ്ധാന്തങ്ങൾ എന്തുകൊണ്ടാണ് അഭിസംബോധന ചെയ്യാത്തത്? വിവേക ചൂടാമണിയിൽ തന്നെ പറയുന്നുണ്ടല്ലോ, മനുഷ്യനായി ജനിക്കുന്നത് പുണ്യം, അതിൽ പുരുഷനായി ജനിക്കുക എന്നുള്ളത് ഏറെ പുണ്യം. അതിന്റെ അർത്ഥം വ്യക്തമാണ്. സ്ത്രീയായി ജനിക്കുന്ന അത്ര വലിയ പുണ്യകരമായ കാര്യമല്ല. തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, എന്താണ് നീചയോനിയിൽ ജനിക്കുന്ന പാപയോനികളാണെന്നാണ് പറയുന്നത്. സ്ത്രീകളും വൈശ്വര്യം ശൂദ്രരും പാപയോനികളാണെന്ന് ഭഗവത്ഗീത തന്നെ പറഞ്ഞു വെക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ബ്രാഹ്മണമതം തീർത്തും സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമായ കാര്യത്തിൽ സംശയമില്ല. സ്ത്രീ സ്വാതന്ത്ര്യം അർഹതയെന്ന് മനുസ്മൃതി പറയുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗൗതമധർമ്മസൂത്രം പറയുന്നുണ്ട്. അസ്വതന്ത്രാ സ്ത്രീയ ജ്ഞാതിചരേത് ഭർത്താരം. സ്ത്രീകൾ അസ്വതന്ത്രകളാണ്, അവൾ ഭർത്താവിനെ ഉല്ലംഘിക്കാൻ പാടില്ല എന്ന് ധർമ്മസൂത്രങ്ങളിൽ മനുസ്മൃതിയിൽ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതയെന്ന് പറയുന്നത് വളരെ മുമ്പ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ രാമായണ വിമർശനം സ്വാഭാവികമായിട്ടും ഒരു സാമൂഹ്യ വിമർശനമായിട്ട് വരും. അത് ഈ പറയുന്ന ബ്രാഹ്മണ ആധിപത്യത്തിനെതിരായ ഒരു വിമർശനമായി വരുമെന്ന കാര്യത്തിൽ സംശയം വല്ലതും ഉണ്ടോ? ഈ ഇന്ത്യയുടെ ജനാധിപത്യ സാഹോദര്യ വ്യവസ്ഥ നിലനിർത്തുന്നതിനും ആ സാഹോദര്യ ജനാധിപത്യത്തെ ഭരണഘടന നമുക്ക് വാഗ്ദാനം നൽകുന്ന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയാണ് വാൽമീകി രാമായണം ഉൾപ്പെടെയുള്ള രാമായണ കൃതികളെ നമ്മൾ പരിശോധിക്കേണ്ടത്. അത് ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിനെതിരായിട്ടുള്ള ഒരു സമരം എന്ന് പറയുന്ന ആശയരംഗത്തെ അത്തരം ഒരു സമരം സ്വാഭാവികമായും ഈ പറയുന്ന പുരാണങ്ങളെയും വേദസ്മൃതികളെയും വിമർശിച്ചുകൊണ്ടല്ലാതെ നമുക്കൊരിക്കലും
സാധ്യമാവില്ല. സാധ്യമല്ല. അപ്പോൾ ആ അർത്ഥത്തിൽ രാമായണ വിമർശനം ഒരു രാഷ്ട്രീയ വിമർശനം തന്നെയാണ്. അത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള, ഇന്ത്യയിൽ ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ഇന്ത്യയിൽ സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ഇന്ത്യൻ ജനാധിപത്യത്തെ പുഷ്കലമാക്കുന്നതിന് ഈ ഗ്രന്ഥങ്ങളെ സാംസ്കാരികമായും സാമൂഹികമായും പഠിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാം. വിമർശിക്കുക തന്നെ വേണം. അപ്പം അംബേദ്കർ പറഞ്ഞ പോലെ തന്നെ ഇതിനെയൊക്കെ ഡൈനാമൈറ്റ് വെച്ച് തകർത്താൽ മാറ്റാൻ സാധ്യതയുള്ളൂ. പഠിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ. ജാതിക്കെതിരായ സമരത്തിൽ വളരെ പ്രസക്തമാണ് ഈ കാര്യം. ജനാധിപത്യത്തിന്റെ നിർമ്മിതിക്ക് ഇത് വളരെ അത്യാവശ്യം. ഓക്കെ.